السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. Global interaction of Prophet Muhammad Mustafa sallallahu alaihi wasallam. ഇന്റർനാഷണലി നാഷണലി നിബന്ധനകളെ കുറിച്ചിട്ട് കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് കുറേ സയൻറ്റിഫിക്കലി അതിപ്പോൾ കൊറിയ അതിൽ കണ്ടുപിടിച്ചിട്ട് അതൊരു പുലിഷ് ടാപ്പി അതിൽ കണ്ടുപിടിക്കില്ല. കുറേ ഹദീസ് വെച്ചിട്ട് കുറേ ആൾമാർ റിസർച്ച് ആക്കി പോകുന്നുണ്ട്. ഇപ്പം കുറേ PhD എടുക്കണമെങ്കിൽ തീസിസ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ വിഷയമായി കണ്ടുപിടിക്കണം. അപ്പം ആ പുതിയ വിഷയം കണ്ടുപിടിക്കുന്നത് കുറേ ആൾമാർ മെഡിക്കൽ ഫീൽഡായിട്ട് ഹദീസ് എടുക്കാൻ പോകുന്നുണ്ട്. കുറേ ആൾ ടെക്നോളജി പരമായിട്ട് ഹദീസ് എടുക്കാൻ പോകുന്നുണ്ട്. ഇത് എല്ലാവരും എടുത്താൻ പോകേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മെയിൻലി ഈ വേൾഡിൽ ഒരു ചർച്ചയായിട്ടുള്ളത് വാട്ട് ഈസ് മൈ ബെനിഫിറ്റ്. ഇതിൽ രണ്ട് ബെനിഫിറ്റ് എന്താണ് എല്ലാവരും കാക്കറത്തരം എന്താണ് ഇതിൽ വാട്ട് ഈസ് മൈ ബെനിഫിറ്റ് ഇതിൽ രണ്ട് ഇതിൽ എന്താക്കുന്നത് എല്ലാവരും അതിൽ ബൂസ്റ്റ് ആക്കുക ഇല്ല അതിൽ മാക്സിമം ആക്കുക. ഞങ്ങൾ ഇതിൽ രണ്ട് റോൾ എത്ര ഉണ്ട് ഇതിൽ ഈ നക്ക് എത്ര ഇതിൽ പോസിബിലിറ്റി ആയിട്ട് രണ്ട് പേരെടുത്താൻ പറഞ്ഞിട്ട് ആയിട്ട് യാറാള് ഓരോ വിഷയം ചർച്ചയാക്കുമ്പോൾ ആ വിഷയത്തിലേക്ക് എടുത്താൻ പോകണം. നിബിധങ്ങൾ വിട്ട് ഒരു അറബി വന്നിട്ട് കേൾക്കണം. അതായത് ഒരു ഡെസേർട്ടിൽ നിന്നൊരു ഒരു മനുഷ്യ വന്നിട്ട് നിബിധങ്ങളോട് കേൾക്കണം. അതായത് ഹാർഷായിട്ട് മുണ്ടാം, ഭയങ്കര ഒരു ആംഗ്രി മാനറിലായിട്ടാണ് മുണ്ടാം. ഒട്രാസ് നിബിധങ്ങ പല്ലെറിഞ്ഞ വന്ന് ഒരു ടൈം ആയിട്ട് അപ്പം ഇങ്ങനെ മുണ്ടിയ സ്ഥലത്തേക്ക് നിബിധങ്ങ എന്ത് മുണ്ടില്ല ചിരിക്കൽ ചെന്നാമത്തേട്ട് പാടെ അവನು എന്താക്കറ പാടെ മുണ്ട. അപ്പം ചാരിറ്റി വേണ്ടിട്ട് കേൾക്കണം. ചാരിറ്റി കേൾക്കുമ്പോൾ എന്താ ചെല്ല് അവனுக்கு കൊടുക്കറും അതേ ചിരിച്ചിട്ട് ചെല്ല് അവனுக்கு കൊടുക്കറും அவங்க എത്രത്തോളം തൃപ്തിയോട് എത്രത്തോളം அவங்க സാറ്റിസ്ഫൈ ആവോടും അത്രത്തോളം அவங்க കൊടുക്കറുണ്ട് ചെല്ലും. അപ്പം ഇതിൽ ನಂಗೆ ಅರ್ಥ ಎಂದ್ರು ನಂಗೆ ಎಪ್ಪಳು ಎಂದ್ರು ಇನ್ನೊರ್ತಕ್ಕೆ ಬೇರೆ ನಂಗೆ ಜೀವಿക്കണം. ಇನ್ನೊರ್ತಕ್ಕೆ ಎತ್ತರ ಬೆನಿಫಿಟ್ ಉಂಟು ನಂಗೆ ನೋಡ್ಕೊ. ಇದೇ ಟಿಕ್ಕರ್ ಅಬ್ದುಲ್ ಕಲಾಂ, മഹാത്മാ ഗാന്ധിജി വലിയ UNO രേഖപ്പെടുത്തിയ വലിയ പൊളിറ്റീഷ്യന്മാർ പോലും ഈ കോൺസെപ്റ്റ് ആയിട്ട് എടുത്താൽ മതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പൊളിറ്റിക്കൽ മാനറായിട്ട് എന്താക്കാറ് ഇപ്പൊ എക്സാമ്പിൾ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ വിചാരിക്കാം സോഷ്യൽ മീഡിയയിൽ എത്രമാൾ ട്രോൾ ആക്കാറ് അങ്ങനെ ആ ട്രോൾ ആക്കി ഒരു പേജ് വെച്ചിട്ടാ അങ്ങനെ റിട്ടേൺ ಅದಕ್ಕೆ എന്തൊക്കെ ಕ್ವಶನ್ ಹಾಕಿ ಹೋಗಲ್ಲ എന്തൊക്കെ ಅದಕ್ಕೆ ಆನ್ಸರ್ ಹಾಕಿ ಹೋಗಲ್ಲ അങ്ങനത്തെ അങ്ങ് ഹയസ്റ്റ് ആൾമാരോ സ്റ്റോറിയുടെ ബാക്കിലായിട്ട് ഈ തിയറികൾ. അതായത് ഇതിൽ നമുക്ക് എന്തൊരു ബെനിഫിറ്റ് ഉണ്ടോ ഈ ആൻസർ കൊടുത്തത് നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടോ ഇതിൽ ആർക്കും ബെനിഫിറ്റ് എന്തെങ്കില ഇങ്ങനെ വേണ്ടിയിട്ട് കുറെ സയന്റിഫിക് ആയിട്ട് കുറെ വിഷയത്തിൽ ചർച്ചകളുണ്ട്. കുറെ വിഷയത്തിൽ ചർച്ചകളുണ്ട്. ഈ ചെറിയ വിഷയത്തിലുള്ള കുറെ ചർച്ചകളെല്ലാം വന്നിരിക്കുന്നത് സയന്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ ഈ ചെറിയ വിഷയം പറയുമ്പോൾ ഞങ്ങൾ ഇന്തോനേഷ്യത്തിലുള്ള ഒരാള് എവന ക്ലാരിസ്റ്റാൻസ് ഉള്ള ഒരാളുടെ അതിന്റെ ടീമും അതിനെ കുറിച്ചിട്ട് റിസർച്ച് ആക്കിയപ്പ ഈ പേരോ വലത്തോ ഇടത്തോ ഇറക്കിയാൽ വിഷമുണ്ടായിട്ട് ആ റിസർച്ച് ആക്കിയപ്പോ കിട്ടിയോ അതേ രൂപത്തില് ആ ഈച്ചറോ വലത്ത സൈഡ് വലത്ത ഇറക്കിയാല് ആ വിഷത്തിലുള്ള മെഡിസിൻക്ക് ആ വിഷത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഉണ്ടോ അയാളുടെ ടീം റിസർച്ച് ആക്കിയപ്പോ അതിൽ കിട്ടിയത് ഈ വിഷയ ഞങ്ങൾ നിബിത്തങ്ങ എത്രമാ വർഷം മുന്നോലെ ആ വിഷയം ഞങ്ങൾക്ക് ക്ലാരിഫൈ ആക്കി തന്നത് ഈ പേര് എന്ത് ഉണ്ടോ അതിൽ റിസർച്ച് ആക്കിയതല്ല എത്രമാ വർഷം മുന്നോലെ ഞങ്ങൾക്ക് ക്ലാരിഫൈ ആക്കി തന്നത്. ഞങ്ങൾക്ക് ഇപ്പത്തെ ഈ സയന്റിസ്റ്റ്മാർ ആ വിഷയത്തോ ഇപ്പൊ ഞങ്ങൾക്ക് ബോധന ആക്കിയുള്ള ഇപ്പൊ ഞങ്ങൾ ഈ പേര് വിഷയത്തുണ്ടെങ്കിൽ ഇപ്പൊ ഒരു തന്നി പോകുന്നുണ്ടെങ്കിൽ ആ തന്നി എത്ര ഹൈജീനിക് ആയിട്ട് ഞങ്ങൾ അതിൽ കുടിക്കണുണ്ടോ ഞങ്ങൾക്ക് അത് പടിപെട്ടിതാണ്. എത്ര ഹൈജീനിക് ആയിട്ട് ഞങ്ങൾ അതിൽ ഫോളോ ആക്കണുണ്ടോ ഞങ്ങൾക്ക് പടിപെട്ടിതാണ്. അതെ, ഈ ഹൈജീനിക് ചൊല്ലുമ്പോ നമുക്കൊരു ഓർമ്മ വേണ്ട ഒരു വിഷയം ടിക്കറ് ഈ 2019 വരെയായിട്ട് ഒരു ഇൻസിഡന്റ് വന്നു. അതായത് കോവിഡ് ഇൻസിഡന്റ്. അപ്പൊ ഈ ടിക്കറ് ഞങ്ങൾ യാറാ ഹൈജീനിക് ആയി. അപ്പൊ ഹൈജീനിക് ചൊന്നെങ്കിൽ ക്ലീനസ് ಮುಸ್ಲಿಂ ವರನ ಕ್ಲೀನ್ನೆಸ್ ಇಲ್ಲ ಆಯಂಗೆ ಚಿರಪ್ಪು ನಾನ್ ಮುಸ್ಲಿಂ ವರನ ಎವರೇಜ್ ಆಲ್ಮಾರ್ ಇಲ್ಲ ಅಪ್ಪ ಇಟ್ಟಿಕ್ಕರೆ ಯಾರ ಹೈಜೀನಿಕ್ ಆಗಿ ಅಪ್ಪ ನೋക്കുമ്പോ ಈ ಹೈಜೀನಿಕ್ ಟೈಮ್ ಅಂದ್ರೆ ಅವರು ನಾನ್ ಮುಸ್ಲಿಂ ಹೈಜೀನಿಕ್ ಅವರ
അപ്പോൾ കോവിഡ് ടൈമിൽ ഞാനെന്ത് വേണ്ട സീഡോൺ വേണ്ട ക്വാറന്റൈൻ വേണ്ട ലോക്ക്ഡൗൺ വേണ്ട അതിക്കൊരു സൊല്യൂഷൻ തേട്ടാറ് ഈ രാജകീയ അപ്പോൾ സൊല്യൂഷൻ തേടിയപ്പ അങ്ങനെ ആക്കാറ് ഇപ്പ ಅಂದ್ರೆ ಕೊಡ್ತಾರವತ್ತು ಇಪ್ಪ ಕೋವಿಡ್ ಬಂತು ಅವನೆಂದ್ರ ಹಾಕೋತೀರ ಬೇರೆ ಅವತ್ತು ಹೋಗ್ತೀರ ಇಲ್ಲ ಬೇರೆ ಅವತ್ತು ಕೋವಿಡ್ ಬಂತು ಈ ಅವತ್ತು ಅವನು ಆವತ್ತು ಹೋಗ್ತೀರ ಎಕ್ಸಾಂಪಲ್ சொன்னீங்க இப்ப சித்திக்கர் ஒரு கோவிட் இப்ப ஒருத்தர் ஒரு கோவிட் ಬಂತು அப்ப ಎಂದ್ರ ಹಾಕೋತೀರ ನಾನು ಅವತ್ತು ಕೋವಿಡ್ ನಾನು ಅವತ್ತು ಎಂದ್ರ ಹಾಕೋತೀರ ಹೋಗ್ತೀರ ಒಂದ ನಂಡ ಉತ್ತರಗಾರಲ್ಲ ನಂಡ ಬಾಪ ಬಂತು ತುಂಬ ಬಂದಿಲ್ಲ ನಕ್ಕೆ ಬಂತು ಅಪ್ಪ ಎಂದ್ರ ಹಾಕೋತೀರ ಸಿದ್ದಿಕ್ ಎಂದ್ರ ಹಾಕೋತೀರಿ ಇಪ್ಪ ಬರ್ತೀರ ಅಪ್ಪಂದ್ರ ಬೇಡಿಕ್ರಾರಿ ನಾನ್ ಮುಸ್ಲಿಮ್ ರಂಗ ಅದ್ರಲ್ಲಿ ಎಂದ್ರ ಬೇಡ್ತಾರೆ ಹಿಂಗೆ ಇದರ ತೇಡಿಯೋ ಎಂದ್ರು ಸೊಲ್ಯೂಷನ್ ತೇಡಿ ಉಂಟು ಅಪ್ಪ ಈ ಆಯಿಷರಲ್ಲ ತೊಟ್ಟು ರಿಪೋರ್ಟ್ ಮಾಡಿ ಆಯಿಷರಲ್ಲ ತೊಟ್ಟು ಹದೀಸ್ ಕಾಣಿ ಸಹೀಹ್ ಬುಖಾರಿയിൽ ഒരു ഹദീസ് കാണി എന്താ ഹദീസ് சொன்னீங்க നബിതങ്ങളുടെ കാലത്തിലെ ഈ രോഗം വന്നിട്ട് ഈ ഇസ്രായേൽ ചൊല്ലു ഒരു ರಾಯನೆ ಬಂತಿಕ್ಕು ಈ ಗಾಜಾ ಫಲಸ್ತೀನ್ ಚೊಲ್ಲೋ ಇಸ್ರಾಯೇಲ್ ಈ ಗಾಜದ ಘಟಕ ಹಾಕರಲ್ಲ ಅದೇ ಇಸ್ರಾಯೇಲ್ ಅಪ್ಪನೇ ಈ ತಾವು ಚೊಲ್ಲೋರು ರೋಗ ಬಂದಿದೆ ಆ ತಾವು ಚೊನ್ನೆಂಗ್ ಈ ಪ್ಲೇಗ್ ರೋಗ ಇಟ್ಟಿಕ್ರಿ ಅಪ್ಪ ಈ ಪ್ಲೇಗ್ ರೋಗಕ್ಕೆ ಒಂದು ಸೊಲ್ಯೂಷನ್ ತೇತಾರೆ ಎಲ್ಲರೂ ಅಪ್ಪ ಇನ್ನೊಂದು ರೋಗ ಬಂದಿ ತಾವು ಚೊಲ್ಲೋರು ರೋಗ ಬಂದಿರಿ ಆ ರೋಗದ ಎಂದವರು ಇತ್ತರು ಅಪ್ಪ തന്നൊരു സൊല്യൂഷൻ തന്നെ എന്തിട്ടു നിങ്ങൾക്ക് തങ്ക ഇപ്പ ഇതേ ഒരു ഈ കോവിഡ് ടൈമിൽ എങ്ങനെ ചൊന്നാല് അങ്ങനെ ചൊല്ലു നിങ്ങ ഒത്തു പോത്തീര നിങ്ങ വേറെ ഒത്തു വേണ്ടി അവനൊത്തു പോകുത്തീര അവനൊത്തു വേണ്ടി അവനൊത്തു പോത്തീര ചൊല്ലു ഇതേ ഒരു സിസ്റ്റമാറ്റിക് ഒരു ജർമ്മൻ തിയറി ഒരു സിസ്റ്റം ഉണ്ട് ഈ ജർമ്മൻ തിയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു സയന്റിഫിക് ഒരു നിയമമായിട്ട് ഒരു സയന്റിഫിക് ഐഡിയ ഈ ജർമ്മൻ തിയറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ 1400 ವರ್ಷದ മുന്നോലെ ചെന്ന ഒരു വിഷയമായിട്ട് ഇതിരോ ഇപ്പത്തോ മോഡേൺ സയന്റിസ്റ്റുമാര് ഇതിരോ ഇപ്പൊ അങ്ങ് പ്രൂവ് ആക്കിയുള്ളാര് ഈ ജർമ്മൻ തിയറി ചെന്നെങ്കിൽ ഇതൊരു ചെറിയ ഒരു ഇതായിട്ട് ഒരു ഡിസീസ് ആയിട്ട് എന്താ ചെന്നിട്ടെങ്കിൽ ഇത് ഏതിലിക്കറി ചെന്നിട്ടെങ്കിൽ ഒന്ന് ബാക്ടീരിയത്തില് പിന്നെ ഫംഗയില് ഇങ്ങനത്തതിലെല്ലാം ഒരു ചെറിയ ഒരു ഡിസീസ് ആയിട്ട് ഈ ജർമ്മൻ തിയറീസ് ഉണ്ട് ഇതിനെ കുറിച്ചിട്ട് എത്രമാ ഹദീസ് ഉണ്ട് സയന്റിസ്റ്റുമാര് ഒരു ഹദീസ് ഞങ്ങളെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി ഞങ്ങ ഹാൻഡ് വാഷിംഗ് പിന്നെ ഹാൻഡ് വാഷ് ആക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ പഠിപ്പാട്ടിയതായിട്ട് ഹാൻഡ് വാഷ് ആക്കുന്നത് ഇപ്പ ഹാൻഡ് വാഷ് ആക്കുന്ന നബി തങ്ങ ചെന്ന ഹദീസ് എന്താ ചെന്നിട്ടെങ്കിൽ ഇപ്പൊ ജാവ് കൊടുത്ത ഉറങ്ങിട്ട് എഞ്ചിട്ടുണ്ടെങ്കിൽ ജാവ് കൊടുത്ത് ഉറങ്ങിട്ട് എഞ്ചിട്ട് അവൻ ഡയറക്റ്റ് പോയിട്ട് ഏതേ ഒരു വസ്തു അവൻ കൈയിടോ തീര അവന്റെ ആ കൈയിടോ 3 വട്ട കൽകൊണ്ടുട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി മാത്രമല്ല അവನು എന്തി ചെന്നിട്ടെങ്കിൽ അത് എന്തി ചെന്നിട്ടെങ്കിൽ അവನು ജാവ് ഉറങ്ങിട്ടിക്കുമ്പോത്തുകു അത് കൈ എവിടെയെല്ലാം പോയിട്ടിക്കിട്ട് ചെല്ലകാവില്ല ಅದಕ್ಕಾಯ್ತಿಕ್ಕಿರ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚಂದ್ರು ಅವನು ಹೊರಗಿಟ್ಟು ಹೆಂಚಿಟ್ಟಾಂಬತ್ತು ಡೈರೆಕ್ಟ್ ಹೋಯ್ತು ಏದೇ ಒಂದು ವಸ್ತುಗ ಅವನು ಕೈ ಇಡೋತೀರ ಅವನು ಕೈ ಕಲ್ಗೊನುಂಟು ಇದ್ರ ಇಪ್ಪ ಸೈಂಟಿಸ್ಟ್ ಈ ಜರ್ಮನ್ ತಿಯರಿ ಬಿಡಿಸಿಟ್ಟು ಅಂಗ ಪ್ರೂವ್ ಆಕಿ ಅಂದ್ರೆ ಚೆನ್ನಂಗೆ ಇಪ್ಪ ಅವನು ಜಾ ಹೊರಗಿಟ್ಟು ಹೆಂಚಿಟ್ಟಿಕ್ಕೊಂಬತ್ತು അതില് കുറേ ഇത് എന്തോ ബാക്ടീരിയ കുറേ ക്രിമി ഐറ്റം എല്ലാം അവന്റെ ആ കയ്യിലിക്കരുത് അത് വാഷാക്കിയിട്ടാകുമ്പോ അത് എല്ലാം ക്ലിയർ ആവുക ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോലേ ചെന്ന മലക്കത്തോ ഇപ്പ സയന്റിസ്റ്റ് പ്രൂവ് ആക്കിയ ജന്നാമത്തത് ഒരു ഹദീസ് ഉണ്ട് എന്താ ചെന്നിട്ടെങ്കിൽ ഞങ്ങ ഉണ്ണുമ്പത്തുകു ഞങ്ങൾക്ക് ടേബിളിൽ ഫുഡെല്ലാം ഇങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ് ചിലപ്പോ ഞങ്ങൾക്ക് എന്താ ഒരു റീസണില് ലേറ്റ് ആയിട്ട് പോയിട്ട് അപ്പൊ ഞങ്ങൾ എന്താക്കാൻ ചെന്നെങ്കിൽ ഫുഡെല്ലാം കവറാക്കി വെക്കുന്നു അത്ര ഫുഡെല്ലാം കവറാക്കി വെക്കുന്നു ഈ ഫുഡ് കവറാക്കുന്ന വിഷയത്തില് സയന്റിസ്റ്റുമാർ ഇപ്പൊ എന്താ ചൊല്ലാങ്ങ ചെന്നിട്ടെങ്കിൽ നിങ്ങൾ ഫുഡും അത് കവറാക്കി വെച്ചാറുണ്ടെങ്കിൽ അതില് കുറെ ഇൻസെക്ട്സ് അല്ലെങ്കിൽ പത്തരോ തൂലു അല്ലെങ്കിൽ കുറെ ക്രിമി ഐറ്റം എല്ലാം പങ്ക് തേക്കില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നോലേ പഠിപ്പാട്ടിയ ഒരു വിഷയമായിട്ട് ഇതിലോ ഓരോരോ വിഷയത്തോ ഞങ്ങളെ ഇപ്പത്തോ സയന്റിസ്റ്റുമാര് പ്രൂവ് ആക്കിയുള്ളാറ് മാത്രമല്ല ഞാൻ ചെന്ന് വന്ന വിഷയമായിട്ട് ഈ ജർമ്മൻ തിയറി
ഇതിലോ 2 സയന്റിസ്റ്റുമാരുടെ പേരായിട്ടിക്കറ്. അതിൽ ഒന്നാമത്തെ ഒരു സയന്റിസ്റ്റ് ആയിട്ടിക്കറ് ലൂയിസ് പാസ്റ്റർ. ഓൻ എന്താക്കറ ഇതിലോ ചന്തത്തിൽ ഓൻ ഇതിലോ കണ്ടുപിടിക്കറ. ഓൻ ഇത് കണ്ടുപിടിച്ചിട്ട് ഓൻ ഈ തിയറി എല്ലാം നോക്കുമ്പോഴത്തേക്കും അത് പണ്ട് നബിത്തങ്ങ ചെന്നത് കറക്റ്റ് ഇട്ട് ഓൻ ഇത് പ്രൂവ് ആക്കി വേണ്ട. മാത്രമല്ല ലാസ്റ്റ് ഒരു ഹദീസ് ആയിട്ടിക്കറ് ക്ലീനിങ്ങിന്റെ വിഷയം. ക്ലീനിങ് ചെന്നെങ്കിൽ ഞങ്ങ മനുഷ്യന്മാരായ ഞങ്ങ ക്ലീൻ ആയിട്ടിരിക്കും, ഞങ്ങ എപ്പം ശുദ്ധമായിട്ടിരിക്കും. അതായിട്ടിക്കറ് നബിത്തങ്ങ ചെന്ന ഒരു ഹദീസ് ആയിട്ടിക്കറ് അത്തഹൂറു ശത്രുൽ ഈമാൻ. ഒരു മനുഷ്യരോ ഒരു പ്യൂരിറ്റി ഇസ് ദ എന്തായിട്ടിക്കറ് ഈമാൻ ചെല്ലത് ഒരു മനുഷ്യരോ ശുദ്ധി ചെല്ലത് ഒരു മനുഷ്യരോ ഈമാൻ ആയിട്ടിക്കറ്. ഒരു പാതി ഭാഗം ഒരു ഈമാൻ ആയിട്ടിക്കറ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന ഹദീസിനെ പിടിച്ചിട്ട് ഇപ്പത്തെ സയന്റിസ്റ്റുമാര് ചെന്ന ഒരു പലകായിട്ടിക്കറ് നിങ്ങൾ എപ്പം ക്ലീൻ ആയിട്ട് ഇക്കോന്നുണ്ട്. ഈ ക്ലീനിങ്ങിന്റെ വിഷയം ചൊല്ലുമ്പോൾ ഈ ക്ലീനിങ് ടൈം ആയിട്ടിക്കറ് ഈ ഹയസ്റ്റ് ഓരോരുത്തർ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന ടൈം ആയിട്ടിക്കറ് കുറേ ഹൈജനിക് ആയ രോഗങ്ങൾ വന്നു. ഇപ്പം ഞങ്ങൾ കോവിഡ് ടൈം നോക്കിയിട്ടിക്കുക കുറേ രോഗങ്ങൾ ഇപ്പം ആയിട്ടിക്കറ് ഞങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ എല്ലാം തുടങ്ങി. ഈ ഇംഗ്ലീഷ് മെഡിസിന് ഓരോ ടൈപ്പിലായിട്ട് വന്നിട്ടിക്കറ് ഓരോരോ കൺട്രി വെച്ചിട്ടാകുമ്പോൾ ഓരോ ഇപ്പം ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ നോക്കുമ്പോൾ കസാഖിസ്ഥാൻ നോക്കുമ്പോൾ ഈ ആറായത്തിലുള്ള ഒരു യുനാനി ടൈപ്പാണ് അല്ല വേറൊരു ടൈപ്പിലായിട്ട് മെഡിസിൻ എല്ലാം പ്രിപ്പയർ ആക്കണം. ഇപ്പം ഞങ്ങളപ്പറ UK അല്ല അമേരിക്ക അപ്പുറമെല്ലാം പോകണമെങ്കിൽ ഈ വെസ്റ്റേൺ മെഡിസിൻ ആയിട്ടിരിക്കണം യൂസ് ആക്കണം. അതുപോലെ ആയിട്ടിക്കറി ഈ ഹല്ലി വില്ലേജ് പ്ലേസസ് എല്ലാം നോക്കുമ്പോണ്ടെങ്കിൽ അവിടെ ആയിട്ടിക്കറി ഈ എന്താ യുനാനി ഇപ്പുറം പേരായിട്ടിക്കറി യുനാനിന്റെ പേര് വന്നു മുതലെಲ್ಲ അതൊരു ഹല്ലി മെഡിസിൻ എന്ന് ചൊല്ലു. ഇപ്പം ഈ കുറേ ആൾമാർ നിങ്ങൾ നെയ്മാറിന്റെ വിഷയം കേട്ടിട്ടിക്കോറ്. നെയ്മാർ കാലി ഒരു ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് ഒരു കേരളത്തിൽ വന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. കാലി അവിടെ ഒരു ബോണ്ട് വിഷയത്തിലായിട്ടിക്കറി ഒരു ഫുട്ബോൾ കളിക്കുന്ന ടൈമിൽ അവന്റെ ബോൺ ഒന്ന് ക്രാക്ക് ആയ ടൈമിലായിട്ടിക്കറി അവൻ കേരളത്തിൽ വരും. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ബിക്കോസ് ഓഫ് അതൊരു ഹൈജീൻ അതൊരു അവൻ്റെ ഇപ്പൊ എത്രമാ പേര് വെസ്റ്റേൺ മെഡിസിൻ സ്പെയിൻ ചെല്ലുറായ മെഡിസിൻ ಬೇನ ಈ ಸ್ಪೇನ್ ಅಲ್ಲ ಜರ್ಮನ್ ಚೆಲ್ಲರಾಯ ಈ ಮೆಡಿಸಿನ್ ಬೇನ ಎಲ್ಲ ಫೆಸಿಲಿಟಿ ಉള്ള ರಾಯ ಇಟ್ಟಿಕರೆ. ഇപ്പൊ ഞങ്ങൾ അജിന്റെ മുട്ടാമി ഒരു വലിയൊരു എന്തോ മെഡിക്കൽ കോളേജ് ആയിട്ട് അവിടേക്ക് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ എത്രമാ ജർമ്മൻ ഡോക്ടേഴ്സ്മാരായിട്ട് അവിടെ വന്നു പോയോ. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവನು ആ ബിൽഡിംഗ് കെട്ടുമ്പോമേ തയ്യാറാക്കിയ ഒരു പ്ലാൻ ആയിട്ടിക്കര് ഇടീ ജർമ്മൻ ഡോക്ടേഴ്സ്മാർ പേനുണ്ട്. ഇങ്ങനെ ഓരോരോ വിഷയം നോക്കുമ്പോൾ ഓരോ ടൈപ്പിലായിട്ടിക്കര് ഇതായിട്ടിക്കര് ഈ നിബിധങ്ങൾ ഓരോ ഹദീസിലെല്ലാം കാണാം. എന്തോ അഷിഫ ഓഫീസ് അല്ലാസത്തിൽ ഷിഫ ഉണ്ടല്ലേ 3 രൂപത്തിലായിട്ട് രൂപത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ടൈപ്പില് അതായത് മൂന്ന് വിഷയത്തിലായിട്ട് ഞങ്ങൾക്ക് ഷിഫ ഉപയോഗിക്കട്ടെ. അതായത് ഈ വില്ലേജ് മെഡിസിൻ നോക്കിയാൽ അതായത് ഈ ഹണി അതായത് തേന് കൊണ്ടൊരു ഷിഫയോട് കുറേ കാര്യങ്ങൾ അതിൽ ഓർത്തിങ്ങനെ എക്സാമ്പിൾ ചെല്ലാം. അതായത് എന്തോ ഒരു എക്സാമ്പിൾ ചെല്ലാം നക്കൊരു കാൽഗൊരു ഊണ്ട് പട്ടി അതായത് കാൽഗൊരു റെഡിഷ് ടൈപ്പ് ആയിട്ടിന് ഇപ്പൊ ഞങ്ങൾ ഈ റെഡിഷ് ടൈപ്പ് എന്തെങ്കിലും ഡോക്ടറോട് കൊണ്ട് എക്സ്റേ എടുക്കറോ കൈക്കൊരു ഫ്രാക്ചർ എടുക്കുന്ന വിഷയം ഇതല്ല. ഇത് കാലൊരു വായ്പലക്കല്ല. ഇതെന്താക്കിയാൽ 2001 NHI സ്റ്റഡീസിന്റെ ഒരു വലിയൊരു സ്റ്റഡീസ് നടക്കരുത്. ആ സ്റ്റഡീസിൽ ഈ തിയറി കണ്ടുപിടിക്കാറ്. ആ തിയറി അതുകൊണ്ടാണ്ട് ഖാലിദ് ഓമർ ചെല്ലൊരു ഒരു മുസ്ലിം അതായത് സൗദിയിലെ ഒരു സയന്റിസ്റ്റ് ആയിട്ടിരിക്കൽ ഈ മെഡിക്കൽ ഫീൽഡിൽ ഈ ഹദീസ് വെച്ചിട്ട് റിസർച്ച് ആക്കി തുടങ്ങും. അതായത് കാല് റിസർച്ച് അല്ല ഒരു ആളുടെ പിടിച്ചിട്ട് ഒരു മൂന്നര പിടിച്ചിട്ട് ഇത് റിസർച്ച് ആക്കിയിട്ട് ഇതിക്കൊരു ഫുള്ളി സാറ്റിസ്ഫൈ കിട്ടും തോലായിട്ടിരിക്കൽ അതൊരു ഇതാക്കിയത്. പിന്നെ കുറെ നോൺ മുസ്ലിംസ് ആക്കിയത് കുറെ ആളുടെ സ്റ്റോറി കണ്ട് അവൻ 2015 അവൻ മരിക്കും. ആ ടൈം തോലും അവൻ ഇതേ വിഷയത്തിൽ റിസർച്ച് ആക്കിയുന്നുണ്ട്. കുറേ മെഡിക്കൽ ഫീൽഡിൽ ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഇപ്പോഴത്തേക്ക് കാല് ചോര വന്നിട്ടില്ല ജസ്റ്റ് വോണ്ടായിട്ട് ഇരിക്കുക. അവിടെ ഈ തേന് വീട്ടിൽ ശരിയാക്കുമ്പോഴത്തോർ എത്ര മൂത്ത് വലിയ വലിയ ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ ഐറ്റ്ലാൻഡ് മാത്രം ചെറിയ ഞങ്ങൾ ഈ ഊട്ടി ഭാഗത്ത് ഒരു പ്ലേസ് ഉണ്ട്. ഈ പ്രഗ്നൻസി ഒരു ഏരിയ ഉണ്ട്. അവിടെ ഈ പ്രഗ്നൻസി അങ്ങ് പോകണ്ട ജസ്റ്റ് ഒരു ഹല്ലി മെഡിസിൻ കേട്ടിക്കല്. ഇതേപോലെ ഓരോ രാജ്യത്തിൽ അങ്ങ് ഉൾക പോയകൊണ്ടല്ലേ എത്രമാ വലിയ പൈസ ഞങ്ങൾ ചെലവാക്കലോടെ ഈ ചെറിയ പൈസത്തിൽ എന്തോ ഇതിൽ തീർക്കണം. ഇതേപോലെ ഇട്ടിക്കല് ഞങ്ങൾ കുടിக்கிற தண்ணில എത്ര ഷിഫ ഉണ്ടോ ಮೆಡಿಸಿನ್ ಚೆಲ್ಲಂಬತ್ತುಗು ನಂಗ ಬೇರೆ ಬೇರೆ ರಾಯತ್ತಿಗೆ പോണുണ്ടെന്നില്ല. ഞങ്ങളെ കാണ്ടാറ്റിൽ ഉള്ളതേ ഒരു മെഡിസിൻ ചെന്നിട്ടായി ഞങ്ങൾ കുടിக்கிற തന്നി ആ കുടിக்கிற തന്നി ഞങ്ങൾ കുടിக்கிற രൂപത്ത് പോലെ കുടിച്ചിട്ടായി അതേ ഞങ്ങൾക്ക് ഒരു മെഡിസിൻ ചെന്നി ഈ തന്നി
തെച്ചി കുടിക്കൊണ്ടുണ്ടായിട്ടിക്കറി ഇസ്ലാം പരിപാടി അപ്പ ഏകദേശ ആൾമാർ കളിച്ചിട്ട് ಬಂತಲ್ಲ ನಿಂದಿಟ್ಟು ತಣ್ಣಿ ಕುಡಿಕ್கிறார் ಅಪ್ಪ ಕಲ್ಚಿಟ್ಟು ಬಂತ ತಣ್ಣಿ ಕುಡಿக்கிறದೇ ಬಿಲ್ಲೆ ತಪ್ಪು ಅದೇ ಬಿಲ್ಲೆ ಎಫೆಕ್ಟ್ ತಡಿ ಅದು ನಿಂದಿಟ್ಟು ಕುಡಿಚಂಟಾಗಿ ಇನ್ನೂ ಎಫೆಕ್ಟ್ ಚೆನ್ನಂಗೆ ಈ ಲಂಗ್ಸ್ಗೆ അല്ലെങ്കിൽ ഞങ്ങൾ നിത്രാനാവുമ്പോൾ അതേ ഒരു കാരണം ചെന്ന് നിണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നി കറക്റ്റ് തടിക്ക് പോകണില്ല വെച്ചിട്ട് സമാധാനത്തിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതേ ഒരു ഔഷധി നമുക്ക് തന്നി കുടിക്കുന്നത് എത്ര തന്നി കുടിച്ചാണ് അതുകൊണ്ട് ബ്ലഡ് സെൽ ಯಾರೇ ಬಂದು ಈ ವಿಷಯ ನಂಗೆ ಸೈಂಟಿಫಿಕ್ ಆയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് പഠിച്ച ഈ വിഷയം ഇതേ വിഷയ എത്ര വർഷം മുതൽ ഞങ്ങൾക്ക് ഇസ്ലാം പരിപാടി വിഷയ ഇപ്പൊ ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു ചെന്നിട്ടെങ്കിൽ ನಂಗೆ ಯಾರು ಸುಸ್ತಾയിട്ട് ಬಂದ ಇಪ್ಪ ಸುಸ್ತಾയിട്ട് ಬಂದಂಟಾಗಿ ನಂಗೆ ಮೆಡಿಸಿನ್ ಕುಡಿக்கிற ಈ தெல்ல ஆலோசனை கூட இப்ப நாங்க ஒரு மாத்திரை குடிக்கிறோம் ಆ ಮಾತ್ರೆ ನಂಗೆ ಚಾಯ್ ಎತ್ಲು ಕುಡಿಕ ಜ್ಯೂಸ್ಲು ಕುಡಿಕ ಏತಲು ಬೇನು ಕುಡಿಕ ಆಯ್ತು ನಂಗೆ ಚೂಸ್ ಹಾಕಿರಂದ್ರ ತನ್ನಿಲ್ ಕುಡಿಕ ಎಂತ ತನ್ನಿಲ್ ಕುಡಿಕೋಣ ಕಾರಣ ಮಾತ್ರೆಡೊಟ್ಟಿಗೆ ತನ್ನಿ ಕುಡಿಚಂಟಾಗಿ ಇನ್ನೂ ನಲ್ಲೇ ಬೇರೆ ಏತಲು ಬೇಡ ನಂಗೆ ಮೆಡಿಸಿನ್ ಕುಡಿಕ ಅದು ಉಲ್ಗ ಬೋನ್ಲೆಂಟ್ ಎಂದಿಲ್ಲ ಚೋರ್ ರೊಟ್ಟಿ ಕಾಲಕ್ಕಿಟ್ಟು ಅದ್ಲೂ ತಿನ್ನ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കാലಕ್ಕಿಟ್ಟು ಅದ್ಲೂ ತಿನ್ನ ಎಂತಿ ನಂಗೆ ತನ್ನಿಲ್ ಕುಡಿಕರು ತಣ್ಣೀರು ಕುಡಿக்கிறேன் ಅಂತ ಚೆಂದಾಗಿ ಅದು ಮೆಡಿಸಿನ್ ಆಲ್ರೆಡಿ ಅದು ಮೆಡಿಸಿನ್ ಹಂಗೆ ತಣ್ಣಿ ಒಟ್ಟಿಗೆ ಆಗುമ്പോഴത്തേക്കും ಅದು ಇನ್ನೂ ಹೆಲ್ತಿ ಅವರು ನಮಗೂ അങ്ങനെ ഇട്ടിട്ട് തന്നി നിണ്ടിട്ട് കുടിക്കണായതല്ല തെച്ചിട്ട് കുടിക്കണായതിട്ട് ಅದಕ್ಕೆ ಬೇನ್മായ ರೂಲ್ಸ್ ನಂಗೆ ಫಾಲೋ ಆಗಿ ಅಂಟಾಗಿ ಅದೇ ನಮ್ಗೆ ಬಿಲ್ಲೆ ಮೆಡಿಸಿನ್ ಪರ್ತಿಗೆ ಓಡೆ പോണുಂಟು ಇಲ್ಲ ഇപ്പ നീ ചിന്നവല്ലേ ഇപ്പ ನಂಗೆ കുറേ ವಿಷಯ ಇಟ್ಟಿಕ್ಕರೆ ನಂಗೆ ಇಪ್ಪ ರಿಯಲೈಸ್ ಆಯ್ತು ಇಪ್ಪ ನೆಬಿದಂಗೆ ಇಪ್ಪ 1500 ವರ್ಷ ಮುಂದೆ ಚೆನ್ನೈಕು ನಂಗೆ ಇಪ್ಪ കുറേ വിഷയം ನಂಗೆ ಇಪ್ಪ ತಲೆಗೆ ಬಂದಿಲ್ಲ ಅದೇ ನೆಬಿದಂಗೆ ಮಕ್ಕದ ವಿಷಯ ಮದಿಂದ ವಿಶೇಷ ಎಂದರು അപ്പോൾ അതൊരു കാട് ഇട്ടിക്കറി ഇപ്പൊ ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ കേൾക്കുമ്പോൾ ನಂಗೆ ಎಂದ್ರ ಆ ಕಾಡಿ ഇപ്പോൾ ഒരു ഡെക്കേഡ് സെഞ്ചുറി അപ്പൊ കുറേ 10-15 ഇയേഴ്സ് ಒಳಗೆ ಡಿಗ್ರಿ ಈ ದ ಲೈನ್ ಚೊಲ್ಲೋ ಪ್ರಾಜೆಕ್ಟ್ ಉಂಟು ಭಯಂಕರ ಅವರು ಇಮ್ಯಾಜಿನ್ ಹಾಕೊಂಬೋದು ಪ್ರಾಜೆಕ್ಟ್ ಡಿಗ್ರಿ ಸೌದಿ ಗವರ್ಮೆಂಟ್ ಎಲ್ಲ ಇರ್ತಾ ಬಂದವರು ಅದೇ ಇಪ್ಪ ಹೈಯೆಸ್ಟ್ ಬಿಲಿಯರ್ ಎಂದ್ರು ടവർ പോലെ ഉടമ ആയിട്ടുള്ള ഇവിടെ ജിദ്ദ ടവർ ചെന്നിട്ട് ഞങ്ങൾ ബുർജ് ഖലീഫ അടിക്കുമ്പോഴത്തെ ഒരു പ്ലാൻ ആയിട്ടിക്കറി ഇപ്പൊ സൗദി ഗവൺമെന്റ് ആക്കിയോളൂ ഈ ഞങ്ങൾ പണ്ട് ചെന്നത് ഞങ്ങൾ ഇപ്പൊ റിലീസ് ആക്കിയോളൂ അതായത് ഒരു 1,500 വർഷം വേനിത് ഒരു നോൺ മുസ്ലിം എന്താ ഇത്ര പഠിക്കും ഇത് ഡിഗ്രി ചെറിയ കൊറിയ ഞങ്ങൾ റിസർച്ച് ആക്കിയിട്ട് ചില അറിയുന്നത് ഇലോൺ മാസ്ക് വിഷയം ഡിഗ്രി ഇലോൺ മാസ്ക് ഈ സ്പേസ് എക്സ് കണ്ടുപിടിച്ച അതായത് സയൻസ് 10 പോയിട്ട് ചെയ്ത് ഉൾക പണ്ട് അത് നെപ്പിത്തങ്ങ പണ്ടേ മികരാജ് പോയിട്ട് ഒരു ചരിത്രം ഇട്ടിക്കല് അണ്ട് അബൂബക്കർ സിദ്ദീഖിനെല്ലാം ഒരടിക്ക് നമ്പിയങ്കു പിന്നത്തെ എത്ര ആൾമാർ എന്താക്കിയിട്ടില്ല അത്ര നമ്പുക പോയിട്ടില്ല ഇത് ഈ തിയറി വെച്ചിട്ട് ഇന്റെ ഓരോരുത്തർ കണ്ടുപിടിച്ചോളൂ ഇപ്പൊ ഇലക്ട്രിക് കാർ ആയെങ്കിൽ അവൻ ഫസ്റ്റ് കണ്ടുപിടിച്ചത് ഈ ഓട്ടോമാറ്റിക്കലി മോഡതെല്ലാം പണ്ടിങ്ങനെ ആ മോചിതത്തും ആ കറാമത്തും എല്ലാം റിയലൈസ് ആക്കിയിട്ട് ഇണ്ടാകാം അതൊക്കെ ഒരു സയന്റിഫിക് ഇപ്പൊ കുറെ കണ്ടുപിടിച്ച മറ്റേ ഈ റോബോട്ട് ഗ്രൂപ്പ് ഇടുക അവിടെയാണ് അതെല്ലാം ഒരു ಅದು ಆವತ್ತು ವಿಷಯ ಇಬ್ಬರು ಹಂಗ ಟ್ರೈ ಹಾಕ್ರಂದ್ರು ಮುನ್ನೂರು ವಿಷಯ ಇರ್ತದೆ ಇಪ್ಪ ಕೊರೇ ಸೈಂಟಿಸ್ಟ್ ಮಾರ ಪೇರ್ ಕೇಳ್ಕೊಂಬು അങ്ങനെ മുസ്ലിം കൺവേർട്ട് ആയിട്ടാറിട്ട് കാട്ടറ് അങ്ങനെ 300 പേര് എവിടെ എഴുതിട്ട് കാണില്ല എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒരു ആ റിസർച്ച് ആക്കിയിട്ട് മുസ്ലിം ആയ അങ്ങനെ പേര് പലയത് ചിന്ന അങ്ങ് ഫോർവേഡ് ആയിട്ട് എതിർ വന്നിട്ട് ചെല്ല കൊണ്ടല്ലേ അത്രയും പേടിക്കാറ് ഒരേ ചെല്ലറ് ഞാൻ സയൻസ് ഇപ്പൊ ഈ ഫിറോന്റെ ബോഡി കിട്ടി ഇപ്പൊ 1974 ഡിഗ്രി ഫിറോന്റെ ബോഡി കിട്ടി അപ്പ ഒരു അതൊരു സയന്റിസ്റ്റ് മോറിസ് ബോൾക്ലേജുള്ള ഒരു സയന്റിസ്റ്റ് അപ്പൊ ആ സയന്റിസ്റ്റ് എന്താക്കിയ കുറെ റിസർച്ച് അവന് ഈ വിഷയം കണ്ടിട്ടേ അവൻ റിസർച്ച് ആക്കാൻ പോയിട്ട് അവൻ ഈ നെല്ലതിൽ തേടിട്ട് അവൻ കിട്ടിയ സാധനത്തിന് അവൻ ചെല്ല ഇതിൽ ഉപ്പുറംശം ഇന്നും ഉണ്ട് അതായത് സോൾട്ട് ഒരു കുറെ അംശം ഇന്നും ഉണ്ടുണ്ട് അവൻ അത് റിയലൈസ് ആക്കിയ സാധനത്തേക്ക് അവന് നമ്പാവാത്ത ഒരു വിഷയം ഇട്ടിരിക്കുന്നത് അതായിട്ട് അവನು ഇത് ആരോട്ട് കേൾക്കുക ചെന്നിട്ട് ഒരു മുസ്ലിം സ്കോളറെ പിടിച്ചിട്ട് അവൻ എന്താക്കുക ഒരു ഇത് റിസർച്ച് ആക്കിയ ഒരു മുസ്ലിം സ്കോളർ കേട്ട ഒക്കെ ഇത് ഇങ്ങനത്തെ നേരായ വിഷയമാണ് അവനിങ്ങനെ സ്റ്റോറി ചെന്നപ്പോൾ ഇതുക്കും അതൊക്കെ മാച്ച് ആക്കിയിട്ട് ഡിഗ്രി അവൻ പിന്നെ അത് ഡോക്ടറേറ്റ് എടുക്കണം ഇത് പിന്നെ ഇപ്പോൾ ഈ ആ മ്യൂസിയം കാണേണ്ടത് ഒരു വിഷയം ഡിഗ്രി ഈ സയന്റിഫിക്കലി പ്രൂവ് ഞങ്ങൾക്ക് കുറേ വിഷയം എന്താ ഉള്ള ഞങ്ങൾക്ക് തലക്ക് പോകണില്ല ചെല്ലേ ഇത് ഞങ്ങൾ അതൊരു വിഷയത്തിൽ ഗഹനമായ ഒരു അതൊരു റിസർച്ച് ആക്കുമെന്ന് ചെല്ലേ ഇങ്ങനെ ഒരു തെച്ചിട്ട് ഓരോ വിഷയം ഇങ്ങനെ ചിന്തിച്ചായിട്ടിരിക്കൽ ഞങ്ങൾക്ക് ഒന്നും തോന്നും ഇപ്പൊ ഓരോരോ ഇൻവെൻഷൻ ഓരോന്ന് വന്നോണ്ട് ഇപ്പൊ ഒന്നൊന്നേ പണ്ട് ഓരോ പുതിയ ഐറ്റം പണ്ട് അങ്ങനത്തെ പേര് ഇന്നലെ മുഞ്ഞാണ്ട് അത് ഇറങ്ങി അത് എപ്പമാ അത് ഇറങ്ങിട്ടിക്ക
അതേപോലെ ഇപ്പൊ നമ്മ എല്ലാരും അതേപോലെ നീ ഉൾപ്പെടെ ചെന്ന പലക്കമേ ഈ സൗദിയിൽ ഇപ്പൊ ഒരു വലിയ ഒരു പ്രൊജക്ട് നടന്നു ദി ലൈൻ ഉണ്ട്. ഈ പ്രൊജക്ട് ആക്കിയെങ്കിൽ എത്രമാ അങ്ങ ഐറൺ അങ്ങ് യൂസ് ആക്കിയാണ്. അല്ലാഹു തആല ഖുർആനിൽ ഒരു ആയത്ത് ചൊല്ല എന്താ ചെന്നിട്ടെങ്കിൽ വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ. ഈ ആയത്തിൽ നമുക്ക് എന്തോ ഗൊന്തോട് ചെന്നിട്ടെങ്കിൽ വി ആൾസോ സെറ്റ് ഐറൺ. നഗ എന്തിനാ നിടിച്ചോ ഈ ഇരുമ്പു ചെല്ല സാധന ഭൂമിയിലെ ഉണ്ടാക്കുന്നുണ്ട് അല്ല. ഖുർആനിലെ ആയത്തെ ഉണ്ടു ഇത് മേൾഡമേ ಬಂದಿರೋದು. ಈ ಮೇಲ್ಡೆ ಎಗನೆ ಬಂದರೆ ಚೆನ್ನಂಟೆಂಗೆ ಈ ಐರನ್ ಚೆಲ್ಲದು ಬಂದಿರೋ ನಕ್ಷತ್ರತೋ ಅದ್ರ ಮುಗಿಯನ ಇಟ್ಟಿಕ್ರೆ ಈ ಸ್ಟಾರ್ಸ್ ಉಂಡಲ್ಲಿ ಅದ್ರ ಮುಗಿಯನ ಇಟ್ಟಿಕ್ರೆ ಈ ഇരുമ്പു ಚೆಲ್ಲ ಸಾಧನ ಬಂದರೆ ಇದ್ರೋ ಇಂದು ಈ ಸೈಂಟಿಸ್ಟ್ ಮಾರು ಇಪ್ಪ ಇಟ್ಟಿಕ್ರಾಂಗ ಆದ್ರೂ ಕಂಡುಪಿಡಿಸಿರಿ. ಅಂಗ ಎಂದ್ರೆ പേടിച്ചിರೋ ഈ ഇരുമ്പു ചെല്ല സാധന ഇത് ഭൂമിയിലെ ഇത് ഉണ്ടാക്കരെ അങ്ങനെ ಹೇಳ್ಸಿರು. നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ മോഡേൺ സയന്റിസ്റ്റുമാർ കണ്ടുപിടിച്ചാറ് ഈ ഐറൺ ഭൂമിയിൽ ഉണ്ടാവുന്നതല്ല, ഇത് മേൽത്തമേ പണ്ടതുണ്ട്. ഈ സ്റ്റാർസ് മുഖേനായിട്ടിക്കറ് ഇരുമ്പുങ്ങ കിട്ടിരും. ഈ ഇരുമ്പുങ്ങ പിരിച്ചിട്ടായിട്ടിക്കറ് വലിയ വലിയ ഇട്ട് നമ്മ കാണ്ടോ സൗദിയിലാവട്ട് ഫുള്ള് GCC കൺട്രി എല്ലാ കൺട്രിയിലും ഇപ്പൊ ഐറൺ യൂസ് ആക്കറെങ്കിൽ ഇത് എല്ലാം പന്തറമേ മേൽത്തായിട്ടിക്കറ്. ഇതുക്ക് നമുക്ക് ഒരു പ്രൂഫ് ആയിട്ടിക്കറ് ഞങ്ങൾ ഇസ്ലാം ഞങ്ങൾ പഠിപ്പാട്ടിയ ഇത് ആയത്തായിട്ടിക്കറ്. ಖಾಲಿ ಅವರು ಸ್ಟೋನ್ಡ್ ವಿಷಯ ಮಾತ್ರ ಅಲ್ಲ, ಇಪ್ಪ കുറേ ವಿಷಯ ಇಟ್ಟಿಕ್ಕರೆ ഇങ്ങനെ ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലായിട്ട് പോകുന്നുണ്ടെങ്കിൽ ലേസർ ഒരു വിഷയമുണ്ട്. അതായത് ನಾನು പഠിച്ചിരുന്ന പോലെ ഷിഫ ചെന്ന പോലെ ഈ മൂന്ന് ടൈപ്പിലായിട്ടിക്കറ് എന്താ മൂന്ന് ടൈപ്പ് ഉണ്ട്. അതായത് ഒന്ന് കപ്ലിംഗ് ആയിട്ടിക്കറ്. ഈ കപ്ലിംഗ് ചെല്ലത് ಎಲ್ಲರೂ ಗೊಂತಿನ ವಿಷಯ ಇದಂಗ ಹಾಕಿರು ಇದಕ್ಕೆ ಎತ್ತರ ಶಿಫಾ ಉಂಟು ಎಲ್ಲರೂ ಗೊಂತಿನ ವಿಷಯ. ಅದಾയത് ഒരു ബാഡ് ബ്ലഡ് റേറ്റിക്ക് ഈ ഹ്യൂമൻ ബോഡി അത് എടുക്കും. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത സ്ഥലത്തേക്ക് അത് എത്ര പ്യൂരിഫൈ ആവുന്നു ചെന്നിട്ട് ഈ കുറെ സയന്റിസ്റ്റ്മാരെ കണ്ടുപിടിച്ചാൽ അത് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രമല്ല ഈ WHO അതൊരു അംഗീകരിച്ചിട്ട് അത് അതായത് 2014 കപ്ലിംഗ് ചെല്ലത് ഒഫീഷ്യലി എവിടെ പിന്നെ നടക്കാൻ അതൊരു ഇപ്പോഴത്തെ കപ്ലിംഗ് ആക്കണമെങ്കിൽ அவங்க ഒരു സർട്ടിഫിക്കറ്റ് പോലെ വരും. ആർക്ക് പുറത്തൊക്കെ പോയിട്ട് ഇപ്പോൾ കപ്ലിംഗ് ആക്കുമല്ലോ அவங்க അതിൻ്റെതായ ഫസ്റ്റ് എന്താ ക്ലാസ്സസ് എടുക്കണം, அவங்க അതൊരു ടീച്ചിങ് ആക്കണം, അതിൽ പിന്നെ എന്താക്കണം அவங்க അതൊരു സർട്ടിഫിക്കറ്റ് എടുക്കണം. അതിൽ പിന്നെ അവനൊരു ഇപ്പൊ മെനി ഓഫ് ദി ശരിയത്ത് കോളേജിൽ അതായത് സുമാർ ശരിയത്ത് കോളേജിൽ പോലും ഇത് ഇങ്ങനത്തെ പഠിപ്പാട്ടിയുള്ളവർ അതായത് കപ്ലിങ്ങിന്റെ വിഷയം. പിന്നെ ഇങ്ങനത്തെ ഈ ലേസർ എഫക്റ്റ് ചെല്ലുമ്പോൾ ഈ ലേസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ഇതുണ്ട്. ലേസറിൽ കുറെ ഷിഫാങ്ങുണ്ട്. അതായത് ഈ ബ്ലാക്ക് അതായത് ഫയർ ലൈറ്റ് ഷിഫ ആക്കും. അത് നെക്സ്റ്റ് പണ്ടേ ചെന്നാൽ ഈ തീയിലൂടെ ഈ ലേസർ ചെന്നെങ്കിൽ ലേസർ ഹീറ്റ് ആക്കാറ്. ലേസർ ഹീറ്റ് ആക്കിയിട്ട് കുറെ ഈ ഹാർട്ട് പേഷ്യൻസ്മാർ കല്ലെല്ലാം പൊട്ടുപಟ್ಟರೆ ഈ ലേസർ ഹീറ്റ് ആക്കിയിട്ട് ഇത് ഈ ഇപ്പോൾ ഉള്ളതല്ല. ഇതെന്തോ ഇത് മുന്നിലെ നിബിധങ്ങ ചെന്നವರು കുറെ വിഷയത്തിലായിട്ടിക്കറ് ಅದ್ರ ಕಂಡುಪಿಡಿಸಿ ಅದ್ರ ವಿಷಯದಲ್ಲಿ ಡಾಕ್ಟರ್ ವಿಲಿಯಂ ಉಂಟು ಹೊರತಲ್ಲ ಅದಾയത് 1926 ಅವನು ഒരു മോഡേൺ എലക്ട്രിക് ആയിട്ട് ബന്ധപ്പെട്ട് അവನು ഇങ്ങനെ റിസർച്ച് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ഈ വിഷയം കിട്ടിയ സ്ഥലത്തേക്ക് അവന് ഈ അതായത് ട്രൈബൽ ഏരിയസിലെല്ലാം പോയിട്ടിട്ട് ഇങ്ങനത്തെ വിഷയം അറിഞ്ഞിട്ട് അതായത് ഞങ്ങൾ കുറേ നോക്കിയിട്ട് ഈ മുദ്ദനെല്ലാം എടുക്കുന്ന ടൈമിൽ കുറേ ഹീറ്റിംഗ് എല്ലാം വെച്ചിട്ട് ഞങ്ങൾ എടുക്കുക. ഇതെല്ലാം ಇದರ ರಿಸರ್ಚ್ ಭಾಗമായിട്ട് അങ്ങ് അതിനെ കണ്ടുപിടിച്ചത്. ഇപ്പൊ ഈ ബാഡ് ബ്ലഡ് നിങ്ങൾക്ക് ചൊന്നാറ് ഈ ബാഡ് ബ്ലഡ് തങ്ങ പണ്ടേ ചൊന്നത് ഈ ബാഡ് ബ്ലഡ് ഇപ്പ ഈ ഒരു എന്താ പണ്ടേ ചൊന്നರು ಎಂದಾಕಿ ಈ ಉಂಬುರು ಚೊಲ್ಲರು ഒരു ಇದಕ್ಕೆ ಬಂತು ಈ ಉಂಬುರು ಅಷ್ಟೇ ಹೇಳ್ತೋಯ್ನಾರು. ഇപ്പൊ ഡോക്ടർമാർ ഇപ്പൊ ആൺമാരെന്താക്കാറ് മുഖത്ത് കല എന്തെല്ലാം പോകുന്ന ഫേഷ്യൽ ആക്കാറ്. ഇപ്പൊ ഡോക്ടർസ്മാർ ಯಾರ ಯೂಸ್ ಆಕಡೆಂದ್ರು ಈ ಉಂಬುರು ಚೊಲ್ಲರು ഒരു ഇതെട്ടിക്കറി ನೆಪ್ಸೋಮಾನಿಸಲ್ಲ ಫಸ್ಟಿಗೆ ಚೊಲ್ಲರು ഇങ്ങനത്തെ ഉമ്പുറെല്ല നിങ്ങൾ യൂസ് ആക്കിയെങ്കിൽ ഈ ബ്ലാഡ് ബെഡ് നിങ്ങൾ കൊണ്ടുണ്ട് ആകെ ഇപ്പത്തെ ആൺമാരെന്താക്കിയുള്ള ഈ ഫേഷ്യൽ ചൊല്ലതെല്ലാം എടുത്ത് വന്നത്. ഇപ്പൊ ഡോക്ടർസ്മാർ ഇപ്പൊ പാടെന്താക്കിയാറ് ഈ ഉമ്പുറ് ചൊല്ലത് എന്തൊരു നിങ്ങൾ യൂസ് ആക്കണമെങ്കിൽ ബ്ലാഡ്
ஒரு பிளாட் பிளட் எடுக்கல எங்க இருக்காரு ಈ ಉಂಗುರು ಚೊಲ್ಲ ದೂಸಾಕಿ உள்ளாரு. അതായത് ഈ വിഷയത്തെ കൺക്ലൂഡ് പണ്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റീസർച്ചിങ് എന്തായിട്ടുണ്ടോ എല്ലാവരും തീസിസും എല്ലാവരും റിസർച്ച് ആക്കിയുള്ളവർ ഇപ്പം എല്ലാത്തവരും മൂലായിട്ടിക്കർ എല്ലാവരും എടുത്തോളൂ ഇസ്ലാമിക് വേ ആയിട്ടിക്കർ അതായത് ഹദീസും ഖുർആനും വെച്ചിട്ടായിട്ടിക്കർ കുറേ റിസർച്ച് എടുക്കും ഇവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്ത ആംഗ്രി ആയ പേഴ്സൺ അവൻ എങ്ങനെ കാമോട് ചൊല്ലാൻ പോകുന്നത് ഇസ്ലാമിലത്തിലുള്ളായിട്ടിക്കർ എർത്തം വന്നുള്ളത് അതായത് ഹദീസുകൾ പഠിച്ചിട്ട് ഒരുത്ത നോൺ മുസ്ലിം ചെല്ലാം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പോസ് ആവണം ഫസ്റ്റ് വിഷയം അവൻ എത്ര പറഞ്ഞെങ്കിൽ ഫസ്റ്റ് പോസ് ആവണം പിന്നെ ഒരു ശ്വാസം എടുക്കണം ഒരു ബ്രീത്ത് ഔട്ട് ആക്കണം ഒരു ബ്രീത്ത് ഔട്ട് ആക്കിയിട്ട് പിന്നെ എന്താക്കണം റെസ്പെക്ട്ഫുള്ളി அவங்க എന്താക്കണം ആൻസർ ആക്കണം ഇല്ലെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ആക്കണം ನಂಗೆ ಅವಳ ಚಂದ ಅವಳ ಕಂಪ್ಲೀಟ್ಲಿ ಇಗ್ನೋರ್ ಆಗೋಣ ಇಲ್ಲಿಂಗೆ ಅಂದ್ರು ಅವನು ಆ ಪ್ರೋಗ್ರಾಮ್ ಇದ್ರ ಪ್ರಾಬ್ಲಮ್ ಸಾಲ್ವ್ ಆಗೋಣ ಹೋಗೋಣ ಇಲ್ಲಿಂಗೆ ಅಂದ್ರು വെറുതേക്ക് അതൊക്കെ ഒരു ഫ്യൂലൊക്കെ ഫയർ ഇട്ടിട്ട് കാര്യമില്ല ഇതുപോലെ ഞങ്ങൾ ഒരു ഖുർആനും ഹദീസിലും പോയിട്ട് റിസർച്ച് ആക്കിയിട്ട് ഫൈൻഡ് ഔട്ട് ആക്കണമെങ്കിൽ ഞങ്ങൾ ഒരു പഠിക്കുന്ന ടൈമിൽ ഓരോ വിഷയത്തെ എടുത്ത് പോയിട്ട് നിങ്ങൾ റിസർച്ച് ആക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു PhD എടുക്കും ഒരു ഡോക്ടറേറ്റ് എടുക്കും വലിയൊരു വിഷയമേ അല്ല ഒരു കൊറിയയിൽ എന്താ ഒരു റിസർച്ചിൽ കണ്ട് ഒരുത്ത കാലി ഒരു ബുദ്ധി ഒരു കപ്പരെ കണ്ടുപിടിച്ചിട്ട് ഒരു ബുദ്ധി ഒരു കപ്പരെ കണ്ടുപിടിച്ചിട്ട് തീസിസ് എഴുതിയിട്ട് അവനൊരു PhD എടുത്ത് കുറേ സ്റ്റോറീസ് ഞങ്ങൾക്ക് കാണും അതായത് ഞങ്ങൾക്കൊരു ബുദ്ധി തോന്നുന്നു ഞാൻ കണ്ടുപിടിക്കണം അതായത് ഇത്രത്തോളം ഇന്നതല്ല ഒരു ബുദ്ധി കൊറിയയിൽ എന്താക്കിയാണ് ഓരോരുത്തർ പേഴ്സണലായിട്ട് ഓരോരുത്തർ മാൻഡെ പിടിച്ചിട്ട് ഓരോ തീസിസ് എല്ലാം എടുത്തിട്ടാണ് ഇത് എല്ലാത്ത ബാക്ക് ബോൺ ആയിട്ടിക്കർ നബിത്തങ്ങ ചെന്നതും നബിത്തങ്ങ ആക്കിയതും നബിത്തങ്ങളുടെ പ്രവർത്തനമായിട്ടിക്കർ എല്ലാം ಇದರ ವಿಷಯದಲ್ಲಿ ഞങ്ങളെല്ലാവരും റിസർച്ച് ആക്കി റെഡി ആവണം ഇന്നൊരു അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇದ್ರ ഈ കൂടെ ഞങ്ങൾ ചെന്നത് ഞങ്ങൾ ഒരു പ്രിപ്പയർ ആയിട്ട് വന്ന ആശ്രയി ഇപ്പൊ നിങ്ങളുടെ എന്തൊരു ചെലവുള്ള ചെന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ചുമ്മാ സയന്റിസ്റ്റ്മാരുടെ പേര് ചെന്ന ചുമ്മാ ഡിസീസ് ചെന്ന ചുമ്മാ റിസർച്ചിങ് ചെന്ന പക്ഷെ നിങ്ങൾ അതെല്ലാം വലിയൊരു തിങ്ക് ആക്കി എടുത്ത പോകണം അങ്ങെല്ലാം പഠിച്ചതും അങ്ങ് കണ്ടുപിടിച്ചതും എല്ലാം നിങ്ങൾ ഇപ്പൊ പഠിച്ചുള്ളത് അങ്ങ് കിതാബിൽ ഇന്നതേ അങ്ങ് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചോളൂ നബിത്തങ്ങ ചെന്നതേ ഇപ്പൊ അങ്ങ് കണ്ടുപിടിച്ചോളൂ അപ്പൊ നിങ്ങൾ എന്താക്ക അങ്ങ് അങ്ങനെല്ലാം ആക്കിറാറ് അങ്ങനെ ആക്കിറാറ് നിങ്ങൾ എന്താക്ക കിതാബ് നോക്കിയിട്ട് വേമേതെല്ലാം കണ്ടുപിടിക്കുക എത്രമാ ഐറ്റംസ് കിതാബിൽ ഇന്നും എത്രമാ കണ്ടുപിടിക്കൂ ബാക്കിയുള്ളതുണ്ട് സയന്റിസ്റ്റ്മാർ ഇന്നും കണ്ടുപിടിക്കാത്തതുണ്ട് അപ്പൊ അത് നിങ്ങൾ ചന്ത കിതാബ് ഓതിയിട്ടും ആ റൂട്ടിലായിട്ട് നിങ്ങൾ അത്ര കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണ് അങ്ങനെ സയന്റിസ്റ്റ് ആവണട്ടെ എന്തും ഇല്ല ഞങ്ങൾ ഉസ്താദ്മാരായിട്ട് പിന്നെ ആലിമായിട്ട് കിതാബ് നോക്കിയിട്ട് എന്തും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാം സയന്റിസ്റ്റ്മാരായിട്ട് ഞങ്ങൾ സ്കൂൾ പഠിച്ചിട്ട് ഡിഗ്രി പഠിച്ചിട്ട് സയൻസ് പഠിച്ചിട്ട് അതേ ആക്കിയിട്ട് ഞങ്ങൾ സയന്റിസ്റ്റ് ആവണട്ട് എന്തും ഇല്ലല്ലേ എവിടോ നിയമമില്ല എങ്ങനോ ആക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ എന്ത് പഠിക്കാത്ത സയന്റിസ്റ്റ് ആയെങ്കിൽ പോലുള്ള അപ്പൊ നിങ്ങൾ കിതാബ് പഠിച്ചിട്ട് സയന്റിസ്റ്റ് ആവണം ചെന്നെങ്കിൽ അത് വലിയൊരു വിഷയമേ ഇതായിട്ട് നിനക്ക് ചെല്ലുള്ളൊരു ഉപദേശം ഞങ്ങൾ പലക്കണ പാടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.